വിയറ്റ്നാം യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹാനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ഹൂച്ചിമിൻ സിറ്റി യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ വന്നിറങ്ങിയത് ഹാനോയിലാണ്, വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയിൽ. ഹാനോയിൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് ഹാനോയിൽ ഒരു ട്രാവൽസ് പോയിട്ട് നാളെ സാപ്പയിലേക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം. അതിനുശേഷം ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് നാളെ മോർണിംഗിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഡോക്ടർ വീരാൻകുട്ടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവനെ പോയി എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തിട്ട് വേണം സാപ്പയിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾക്ക് ട്രാവൽസിലേക്ക് പോകാനുള്ള ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ലഗേജൊക്കെ വെച്ചു നേരെ ട്രാവൽസ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഹാനോയിലെ കാഴ്ചകളൊക്കെ സാപ്പയിൽ പോയി വന്നിട്ട് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നാളത്തേക്കൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു, ലിമോസിനാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി നല്ലോണം ഉറങ്ങി. അങ്ങനെ മോർണിംഗിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ലിമോസിൻ വന്നു. നല്ല അടിപൊളി വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചു നേരെ വീരാനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹാനോയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ എയർപോർട്ടിലെത്തി വീരാനെ പിക്ക് ചെയ്തു. ഇതാണ് കഥാനായകൻ ഡോക്ടർ വീരാൻ. സാപ്പയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഫുൾ ട്രിപ്പിലും വീരാൻ നമ്മളെ കൂടെ ഉണ്ട്. So this is the 4th day of Vietnam exploration. So today we are joined by Dr. Veerankutti, who has come all the way from Cochin International Airport via Bangkok to Hanoi. Yeah. So we are heading right to Sapa. അങ്ങനെ ആദ്യത്തെ വീരാന്റെ പാള ഡയലോഗ് ആണ് ഇപ്പൊ കേൾക്കാൻ പോണത്. How you feel in Vietnam in Hanoi? പാളി. ഇത് നമ്മള് ഹനോയ് എയർപോർട്ടില് $900 മാറിയിട്ട് കിട്ടിയത് 32 കോടി രൂപയാണ്. അപ്പൊ കോടീശ്വരന്മാരായിട്ടാണ് നമ്മളിവിടെ വിയറ്റ്നാമിൽ ചെന്നാൽ പിന്നെ കോടികളുടെ കണക്കാ പറയാണ്ടാവും. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജീവിക്കാൻ 1 കോടിയാണ്. ഹായ് ഗായ്സ്, വെതർ വളരെ ഓസം വെതറാണ്. അപ്പോ നമ്മള് സാപ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂർ ക്യാപ്റ്റന്റെ ഡയലോഗുകളാണ്. സുഖം അങ്ങനെ കുറെ പാട്ടൊക്കെ പാടി കോളേജിലെ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ വീരസാഹസ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് വീണ്ടും സാപ്പയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 4-5 മണിക്കൂറുണ്ട് ഹാനോയിൽ നിന്ന് സാപ്പയിലേക്ക്. ഞങ്ങളെ ഈ തള്ളലും പഴയ കഥകളും പറയാൻ തുടങ്ങിയ ഒരാളും വോയിസ് സ്റ്റോപ്പ് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞ് സാപ്പയിൽ എത്തിയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതാണ് വിയറ്റ്നാമിൻ്റെ വടക്കൻ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർഗം സാപ്പ. നമ്മുടെ നാട്ടിലെ ഊട്ടിയെ വെല്ലുന്ന ക്ലൈമറ്റ്, പക്ഷേ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അടിപൊളി ക്ലൈമറ്റും ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിന് മുന്നിലെത്തി. എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങണം, ഒന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ റൂമിലേക്ക് ലഗേജൊക്കെ വെക്കാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്.
നല്ല അടിപൊളി റൂം തന്നെയാണ് സാപ്പയിൽ നമുക്ക് കിട്ടിയത്. എല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്നത് booking.com വഴിയാണ്. തണുപ്പ് രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. മലകളും താഴ്വാരങ്ങളും ചേർന്ന് വരച്ചിട്ടൊരു ചിത്രം പോലെ. എന്ത് മനോഹരമാണല്ലേ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നൈറ്റിൽ ഞങ്ങൾ ബൈക്കും എടുത്ത് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. കൂടെ ഫുഡും കഴിക്കണം. ഫുള്ള് ലൈറ്റ് കൊണ്ടൊരു അടിപൊളി കാഴ്ചയാണ്. എനിക്ക് ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല. എല്ലാ സ്ഥലവും ഭയങ്കര വൃത്തിയാണ്. നൈറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് വേറെ ലെവലിലാണ്. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഊട്ടിയിലൊക്കെ ഈ ലെവലിലൊക്കെ ചെയ്തതിനെ കുറിച്ച് ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും അടിപൊളിയാവുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കണ്ടോ ഫുള്ള് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുക. അത് കണ്ണിന് കുളിർമയാണ്, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത ലക്ഷ്യം സാപ്പയിലെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തി. പലതരം സ്ട്രീറ്റ് ഫുഡുകൾ, പലതരം ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകൾ, ടൂറിസ്റ്റേഴ്സിനെ മാത്രം അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഷോപ്പുകൾ, അങ്ങനെ പല പല കച്ചവടങ്ങൾ, തെരുവ് കച്ചവടങ്ങൾ. നല്ല തണുപ്പാണ്. അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തതൊരു ഫുഡ് തട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ അവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി. കണ്ടില്ലേ, കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുക. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായൊരു ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂം ലക്ഷ്യമാക്കി പോവുകയാണ്. നാളെ ഫിൻസിപ്പാൻ മലനിരകളാണ് ഞങ്ങളുടെ ലക്ഷ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിയറ്റ്നാം യാത്രയുടെ ബാക്കി എപ്പിസോഡുകളൊക്കെ ഇതിൽ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.